الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وآتوا النساء صدقاتهن نحلة فإن طبن لكم عن شيء منه نفسا فكلوه هنيئا مريئا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم ألهمني رشدي وأعذني من شر نفسي ومن سيئات أعمالي. സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, ഉണർത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകളും പോരായ്മകളും പാപങ്ങളുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടോ, അള്ളാഹു നമുക്കതെല്ലാം പരിപൂർണമായി മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ആയുസ്സിലിന് ശേഷിക്കുന്ന കാലം അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും ഈമാനോടുകൂടി ഭൂമിയിൽ നിന്ന് യാത്ര പോകാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. രോഗികളായ വീടുകളിൽ, ഹോസ്പിറ്റലുകളിൽ കഴിയുന്ന ആളുകൾ അള്ളാഹു അവർക്ക് ആജിലും മുസ്തമിറുമായ ശിഫാ പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ അള്ളാഹു അവരുടെയും നമ്മുടെയും ഒക്കെ പ്രയാസങ്ങൾ മാറ്റുകയും ഹലാലായ ഉദ്ദേശങ്ങൾ സഫലീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ പള്ളിയുടെ ട്രസ്റ്റ് ഭാരവാഹിയിൽ പെട്ടിട്ടുള്ള MKC സാഹിബ്, അദ്ദേഹം ഹാർട്ട് സംബന്ധമായ പ്രശ്നത്തിൽ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വിധേയനായിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുന്നതിന് വേണ്ടി നമ്മളോട് അപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആഫിയത്തും ഷിഫാവും തഖ്വയും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, കഴിഞ്ഞ ഖുതുബകളിലായി കുടുംബജീവിതത്തിലേക്ക് എടുത്തു വെക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടുന്നതായ അടിസ്ഥാനപരമായ വിഷയങ്ങൾ, അതിൻ്റെ ശർഈയായ കാഴ്ചപ്പാടുകൾ, അതിൽ നമ്മളെന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മൾ ചർച്ച ചെയ്ത് വന്നിരുന്നത്. ഒരിണയെ സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ അതാണായാലും പെണ്ണായാലും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സവിസ്തരം പ്രതിപാദിക്കുകയുണ്ടായി. ചുരുക്കി പറയുകയാണെങ്കിൽ, ദീനീബോധമുള്ള, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു ഇണയെ ആയിരിക്കണം ആത്യന്തികമായി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ബാക്കി എല്ലാ യോഗ്യതകളും ആ സ്ത്രീയിലുണ്ട്. സമ്പത്തുണ്ട്, സൗന്ദര്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, നല്ല തറവാടിത്തമുണ്ട്. പക്ഷേ ആ സ്ത്രീയെപ്പറ്റി നമ്മൾ അന്വേഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരനെ പറ്റി നമ്മൾ അന്വേഷിക്കുമ്പോൾ ആ വ്യക്തിയിൽ ദീനീബോധമില്ല എങ്കിൽ, ദീനീബോധം എന്ന് പറയുന്നത് ഒരാളുടെ ഉള്ളിൽ ദീനീബോധമുണ്ടെങ്കിൽ, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയവും പേടിയും ഉണ്ടെങ്കിൽ, അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ മാത്രം ഒളിഞ്ഞു കിടക്കുന്ന ഒരു വസ്തുതയല്ല. ഹൃദയത്തിൻ്റെ ഉള്ളിൽ തഖ്വയുണ്ടെങ്കിൽ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയുണ്ടെങ്കിൽ, അത് തീർച്ചയായും പ്രവർത്തനങ്ങളിൽ കൂടി പുറത്തേക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു ചെറുപ്പക്കാരന് ദീനീബോധമുണ്ട് എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? അവനെ സംബന്ധിച്ച് അവൻ താമസിക്കുന്ന ഇടങ്ങളിലെ ആ മഹല്ലത്തിലെ പള്ളിയിൽ പോയി നമ്മൾ നോക്കിയാൽ മതി. ആ ചെറുപ്പക്കാരൻ്റെ ദീനീബോധത്തിൻ്റെ അടിസ്ഥാനം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ചെറുപ്പക്കാരനാണെങ്കിൽ അവൻ ഫർള് നമസ്കാരങ്ങളിൽ പള്ളികളിൽ പങ്കെടുക്കും, ജമാഅത്തായ നമസ്കാരങ്ങളിൽ അവൻ പങ്കെടുക്കുന്നവനായിരിക്കും. ഇത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, ഏറ്റവും ബേസിക്കാണിത്. ബാക്കിയൊക്കെ ഇതിൻ്റെ അപ്പുറത്താണ്. സുന്നത്ത് നമസ്കരിക്കുന്നുണ്ടോ, അവൻ്റെ വസ്ത്രവിധാനത്തിൻ്റെ രീതി, അവൻ ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത്, അവൻ്റെ ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷനും പെരുമാറ്റവും എങ്ങനെയാണ്, ഇതൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യൻ്റെ ദീനീബോധം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതുപോലെ തന്നെ നമ്മളൊരു സ്ത്രീയെക്കുറിച്ച് അന്വേഷിക്കുന്ന സന്ദർഭത്തിൽ ആ സ്ത്രീക്ക് ദീനീബോധമുണ്ട് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പ്രിയമുള്ളവരെ, അടിസ്ഥാനപരമായി ആ സ്ത്രീ വസ്ത്രധാരണത്തിൽ നിന്നാണ് തുടങ്ങുക. ദീനീബോധം, വസ്ത്രധാരണം ശരിയായിരിക്കും, ഔറത്ത് മറച്ചിട്ടായിരിക്കും ആ സ്ത്രീ പുറത്തേക്ക് പോകുന്നുണ്ടാകുക.
അന്യപുരുഷന്മാരുമായിട്ടുള്ള ഇടപെടലുകളിൽ കൃത്യമായ അകൽച്ചയും ഗ്യാപ്പും ഇട്ടുകൊണ്ടായിരിക്കും ആ സ്ത്രീ ജീവിക്കുന്നുണ്ടാകുക. ആ സ്ത്രീ പഠിച്ച സ്ഥാപനങ്ങളിൽ പോയി നമ്മൾ അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ദീനീബോധം നമുക്ക് മനസ്സിലാകും. എല്ലാവരുമായും ഇടപെടുകയും അങ്ങനെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഇങ്ങനെ ഫ്രീ മിക്സിംഗായി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നമുക്ക് അവരുടെ ദീനീബോധത്തിൽ ആശങ്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിൽ ആദ്യം നമ്മൾ പരിഗണിക്കേണ്ടത് ദീനീബോധമാണ്. അതിൻ്റെയൊക്കെ മറ്റു വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, നമുക്ക് വിവാഹം ചെയ്യാൻ അനുവദിക്കപ്പെട്ട ആളുകളുണ്ടല്ലോ, അവരെ മാത്രമേ നമുക്ക് വിവാഹം ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. എവിടെ മുതലാണ് നമുക്ക് വിവാഹം ചെയ്യാൻ പറ്റുന്ന ആളുകൾ ശറഅ് നമുക്ക് പഠിപ്പിച്ചു തന്നത്? അതായത് അജ്നബി, അന്യത്വം എവിടുന്നാണ് തുടങ്ങുന്നത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ? അത് നമ്മുടെ കസിൻസ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ മൂത്തമ്മാൻ്റെ മകൾ, അല്ലെങ്കിൽ നമ്മുടെ എളാപ്പാൻ്റെ മകൾ, മൂത്താപ്പാൻ്റെ മകൾ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ എളാപ്പാൻ്റെ മകൻ അല്ലെങ്കിൽ മൂത്തമ്മാൻ്റെ മകൻ, ഇവരൊക്കെ കാണൽ ഹറാമായ ആളുകളാണ്. കാണൽ ഹറാമായി എന്ന് പറയുമ്പോൾ അവരെ വിവാഹം ചെയ്യാമെന്നാണ്. അപ്പോൾ ഇവിടെ മുതൽ വിവാഹം ചെയ്യൽ അനുവദനീയമാണ്. പക്ഷേ ശറഅ് പഠിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരാൾ ഒരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ അടുത്ത ബന്ധുവിനെ വിവാഹം ചെയ്യാതിരിക്കലാണ് നല്ലത്. വളരെ അടുത്ത ബന്ധുവിനെ വിവാഹം കഴിക്കൽ കറാഹത്താണ്. ഏതടുത്ത ബന്ധു? ഈ പറഞ്ഞതുപോലെ കസിൻസിനെ കല്യാണം കഴിക്കൽ കറാഹത്താണ്, ഹറാമല്ല. വിവാഹം കഴിക്കണം, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ കഴിക്കുന്നതിൽ തടസ്സമൊന്നുമില്ല. പക്ഷേ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ആ വിവാഹത്തിനെ ഒഴിവാക്കലാണ്. എന്താ കാരണം എന്നറിയോ? ഒരു കാരണം എന്ന് പറയുന്നത്, വിവാഹത്തിൻ്റെ പല ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപരിചിതരായ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ജോയിൻ്റ് ആകലാണ്. ആ കുടുംബങ്ങളുടെ സംസ്കാരവും സ്വഭാവവും ഇൽമും അമലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടലാണ്. അപ്പോൾ കസിൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പിന്നെ കൺസാങ്ക്വിനിറ്റി മാരേജ് എന്നാണ് നമ്മൾ പറയുക അതിനെ. കസിൻസിനെ കല്യാണം കഴിക്കുമ്പോൾ ഈ പറയപ്പെട്ട പോലെ അപരിചിതരായ ആളുകളല്ല തമ്മിൽ കല്യാണം കഴിക്കുന്നത്, മുമ്പേ അറിയുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം, ഈ ഒരു കാര്യം അവിടെ നഷ്ടമാവുകയാണ്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, ഇന്ന് വൈദ്യശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്നൊരു പ്രശ്നമുണ്ട്. ഈ കസിൻസ് തമ്മിലുള്ള വിവാഹത്തിൽ കൂടി ജനറ്റിക്കൽ പരമായ ഡിസോർഡറുകൾ കുട്ടിയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു കുട്ടി ജനിക്കുമ്പോഴും ആ കുട്ടിക്ക് പല രീതിയിലുള്ള ജനറ്റിക്കൽ ഇതുപോലെ ഇൻ്റലക്ച്വൽ ഡിസോർഡേഴ്സ് ഉണ്ടാകാനുള്ള ബുദ്ധിപരമായ മാന്ദ്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ക്രോമോസോമുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നമാണത്. പക്ഷേ ഇത് കൂടുതലും കണ്ടുവരുന്നത് ഈ പറയപ്പെട്ടതുപോലെ കസിൻസ് തമ്മിലുള്ള കല്യാണത്തിലാണ്. അതുകൊണ്ട് ഫിഖ്ഹ് കൃത്യമായി ഈ ആരെ കല്യാണം കഴിക്കാമെന്ന് രേഖപ്പെടുത്തുന്ന സന്ദർഭത്തിൽ എഴുതിയിട്ടുണ്ട്, ഈ പറയപ്പെട്ടതുപോലെ അൻ യകൂന ഗൈറ ഖരീബത്തിൻ, ഏറ്റവും അടുത്ത ബന്ധുവിനെ കല്യാണം കഴിക്കാതിരിക്കലാണ് നല്ലത് എന്നും ഈ പറയപ്പെട്ട രൂപത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കൽ നന്നായിരിക്കും. അങ്ങനെ നമ്മൾ ഇണയെ അന്വേഷിച്ചു, നമുക്ക് അവരെപ്പറ്റി അന്വേഷിച്ചപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി. പിന്നെ ശറഅ് പഠിപ്പിക്കുന്ന അടുത്ത ഘടകം എന്ന് പറയുന്നത് അന്നളുറു ഇലൈഹ, ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒരാണിനെ കല്യാണം കഴിക്കണം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സുന്നത്തായ കാര്യം എന്ന് പറയുന്നത് ആ പെണ്ണിനെ കാണലാണ് അല്ലെങ്കിൽ ആണിനെ കാണലാണ്. വിവാഹത്തിന് മുമ്പായിരിക്കണം കാണേണ്ടത്. അതുപോലെ തന്നെ ഒഫീഷ്യലായി പ്രപ്പോസൽ കൊടുക്കുന്നതിന് മുമ്പായിരിക്കണം കാണേണ്ടത്. എല്ലാവരും കാരണന്മാരും കുടുംബക്കാരൊക്കെ ചർച്ച ചെയ്തു എന്നിട്ടാണ് പോയിട്ട് കാണുന്നത്. ആ സമയത്ത് ഒരുപക്ഷെ ഇഷ്ടക്കേട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒഴിവാക്കുന്ന സന്ദർഭത്തിൽ ആ സ്ത്രീയുടെ മനസ്സ് വല്ലാതെ തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസിൽ വെച്ചിട്ട് ഒരാൾ പറയുകയുണ്ടായി, ഞാൻ അൻസാറുകളിൽപ്പെട്ടൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നു. ഹബീബ് ചോദിച്ചു, അനളർത ഇലൈഹ, നീ അവളെ പോയി കണ്ടോ എന്ന് ചോദിച്ചു. നീ അവളെ പോയി കണ്ടോ? അപ്പോൾ സഹാബി പറഞ്ഞു, ഇല്ല ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ഫദ്ഹബ് ഫൻദുർ ഇലൈഹ, നീ ഒന്ന് പോയിട്ട് ആദ്യം കാണുക, അവളെ പോയിട്ടൊന്ന് ആദ്യം കാണണം. നബി തങ്ങൾ അവിടെ ഒരു പ്രത്യേക ഒരു കാരണം പറയുണ്ടായി, ഫഇന്ന ഫി അഅ്യുനിൽ അൻസാരി ഷൈഅൻ, ഇവർ മുഹാജിറുകളാണല്ലോ, മക്കത്ത് നിന്ന് മദീനത്തേക്ക് വന്ന് താമസിക്കുന്ന ആളുകളല്ലേ. അൻസാറുകളുടെ കണ്ണിന് ചെറിയൊരു വിഷയമുണ്ട്. അതായത് അൻസാറുകളുടെ കണ്ണിൻ്റെ ഒരു പക്ഷേ അത് നിറമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ന്യൂനതകളായിരിക്കാം. അത് നമുക്ക് കൃത്യമായ ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നില്ല. എന്തോ ഒരു വിഷയമുണ്ട്, അത് നിങ്ങൾ ആദ്യം പോയി കാണ്. നിങ്ങൾക്കത് കണ്ടിട്ട് നിങ്ങൾക്കത് കുഴപ്പമില്ല, തരക്കേടില്ല എന്നാണെങ്കിൽ മാത്രം നിങ്ങൾ വിവാഹത്തിന് തയ്യാറാവുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മളൊരു പെണ്ണിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ ആ സ്ത്രീ അറിയാതെ അവളെ കാണലാണ് നല്ലത്. ഇപ്പോൾ ഫിഖ് ഇത് ചർച്ച ചെയ്യുമ്പോൾ വലാ യുസ്തറത്തു റിളൽ മർഅത്തി, ഒരു പെണ്ണിനെ കാണാൻ പോകുന്ന സന്ദർഭത്തിൽ പെണ്ണിൻ്റെ തൃപ്തി ഇവിടെ ഷർത്തല്ല എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ ആദ്യമോട് ചോദിക്കുകയാണ്, നിന്നെ ഇങ്ങനെ ഒരാൾ കാണാൻ വേണ്ടി വരട്ടെ, അപ്പോൾ പെണ്ണ് ഓക്കെ പറഞ്ഞ് എന്നിട്ട് മാത്രമേ കാണാൻ പറ്റൂ, ഇങ്ങനെയല്ല ശറഅ് പഠിപ്പിക്കുന്നത്. ആ നിർബന്ധം ഇല്ല എന്നാണ് പറയുന്നത്. പെണ്ണ് അറിയാതെ തന്നെ പോയി കാണാം
ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയോ? മനുഷ്യനല്ലേ, എന്നെ വന്നൊരാൾ കണ്ടിട്ട് അവർക്ക് എന്നെ ഇഷ്ടമായില്ല അല്ലെങ്കിൽ എന്നെ വേണ്ട എന്ന് പറയുമ്പോൾ മനുഷ്യനാണ്, നമുക്ക് ഭയങ്കരമായ തകർച്ച ഉണ്ടാവും. നമ്മളെ സെൽഫ് ഇമേജും അതുപോലെ തന്നെ ഐഡന്റിറ്റിയും ഒക്കെ ഭയങ്കരമായി ചോദ്യം ചെയ്യപ്പെടുന്ന സമയമാണ്. അതെന്താ എന്നെ ആർക്കും വേണ്ടാത്തത്? ഞാൻ നിറം പോരാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടാണോ? ചിലപ്പോൾ ഈ വന്ന ആൾക്ക് എന്തെങ്കിലും കാരണങ്ങളെ പേരിലാക്കും ഇത് മുടങ്ങിയിട്ടുണ്ടാകുക. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട രൂപത്തിൽ അറിയാതെ പോയി കാണാൻ പറ്റുമോ? ഇത് ആണിൻ്റെ കേസിലും ഇങ്ങനെ തന്നെ. നമ്മൾ സാധാരണ പെണ്ണ് കാണൽ എന്നാണ് പറയാറുള്ളത്. പെണ്ണ് കാണൽ മാത്രമല്ല, ആണിനെയും കാണണം. പെണ്ണിനും അതിന് അവകാശമുണ്ട്. ചില സ്ഥലങ്ങളിലൊന്നും അത് കിട്ടാറില്ല. കുടുംബക്കാരൊക്കെ പോയി കണ്ട്, സഹോദരന്മാരൊക്കെ കണ്ട്, വാപ്പാൻ്റെ ബന്ധുക്കളൊക്കെ പോയി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്താ പറയുക? അല്ല, ആ പെൺകുട്ടിയും കാണേണ്ടതുണ്ട്. കാരണം ഒരാളെ സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാവും, അവർക്ക് എൻ്റെ ലൈഫ് പാർട്ട്ണർ ഇങ്ങനെ ആയിരിക്കണം എന്നൊരു ചിന്ത ഉണ്ടാവും. ആ ചിന്തക്ക് അനുസൃതമായിട്ടുള്ള വ്യക്തിയാണോ ഇത് എന്ന് തീരുമാനിക്കാനാണ് ഈ പറയുന്ന രൂപത്തിൽ കാണാൻ വേണ്ടി പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതും അവൾ അറിയാതെ കാണുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. ഫിഖ് പഠിപ്പിക്കുന്നു. ഇനി നമുക്ക് ഒരു വട്ടം കണ്ടു, ആദ്യത്തെ കാണലിൽ ചിലപ്പം ആ ബേജാറിലും ആ ഒരു വല്ലാത്ത അവസ്ഥയിലും ശരിയായ രൂപത്തിൽ കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ എന്തായി കാണാൻ പറ്റൽ? ആണായാലും പെണ്ണായാലും പരസ്പരം കാണാൻ പറ്റുന്ന അനുവദനീയമായ ഭാഗം മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. സ്ത്രീ ആണെങ്കിൽ അവളുടെ മുഖം കാണാം, അവളുടെ 2 കഫ് മുൻകൈ കാണാം. പുരുഷനാണെങ്കിലും ഇതുപോലെ തന്നെ. അല്ലാതെ മറ്റു രീതിയിലുള്ള ഒരു കാണലോ ഇടപെടലോ ഒന്നും പാടില്ല, സ്പർശിക്കാൻ പാടില്ല. ഈ കാണുമ്പോൾ തന്നെ ശറഅ് പഠിപ്പിച്ചു ഒറ്റക്ക് കാണാൻ പാടില്ല. എങ്ങനെ ഒറ്റക്ക് കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ആരും ഇല്ലാത്ത സ്ഥലത്ത് ഇവർ 2 മാത്രം ഒരുമിച്ച് കാണാം. ഇത് ഇസ്ലാം അനുവദിക്കുന്നില്ല. ഖൽവത്തുണ്ടാകാൻ പാടില്ല. അവിടെ മഹറമായ ഒരാൾ വേണം. ഉദാഹരണം പറഞ്ഞാൽ, ആ ജനലിന്റെ അപ്പുറത്താണ് 2 ആളുകൾ കാണുന്നെങ്കിൽ ഇപ്പുറം ഒരാൾ ഉണ്ടായിരിക്കണം. കാരണം അവരിപ്പോഴും അന്യന്മാർ തന്നെയാണ്, അവർ നിക്കാഹിൽ കൂടി അനുവദിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മുഖവും മുൻകൈയുമാണ് കാണേണ്ടത്. പ്രിയമുള്ളവർ, ആരാ കാണേണ്ടത്? ഞാനാണ് കല്യാണം കഴിക്കുന്നെങ്കിൽ ഞാനാണ് പെണ്ണ് കാണാൻ പോകേണ്ടത്. അല്ലാതെ എൻ്റെ കൂട്ടുകാരൊക്കെ കൂട്ടി 4ഉം 5ഉം ചെറുപ്പക്കാരൊക്കെ കൂട്ടിയിട്ട് ഞാൻ കൊണ്ടുപോയി നമ്മളെല്ലാവരും കൂടി ഗ്രൂപ്പായിട്ട് പെണ്ണ് കണ്ട് എനിക്ക് ഇഷ്ടമായി, എൻ്റെ ചങ്ങായിമാർക്ക് ഇഷ്ടമായില്ല, അതുകൊണ്ട് ഞാൻ ഈ പ്രപ്പോസൽ ഒഴിവാക്കുന്നു. പ്രിയമുള്ളവരെ, ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആദ്യം നട്ടലുണ്ടോ എന്നുള്ള കാര്യത്തിലൊരു തീരുമാനമാക്കണം. ആർജം, ഒരു പെണ്ണ് ഒരാണിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മസ്കുലിനിറ്റിയാണ്, ആണത്വം. അതെല്ലാ സ്ത്രീയും ആഗ്രഹിക്കുന്നുണ്ട്. ഈ ആണത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല മസിൽസും അതുപോലെ തന്നെ നല്ല ശമ്പളം, നല്ല ആണത്വം എന്ന് പറയുന്നത്. എൻ്റെ ശരീരവും എൻ്റെ അഭിമാനവും എൻ്റെ അസ്തിത്വവും ഒക്കെ സംരക്ഷിക്കാൻ പറ്റുന്ന ആളാണ് എന്ന് എൻ്റെ ഭർത്താവിനെ പറ്റി, എൻ്റെ ഇണയെപ്പറ്റി മനസ്സിലാക്കുന്നിടത്താണ് ഒരു പെണ്ണിന് സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത്. പെണ്ണ് കാണാൻ വരുമ്പോൾ 4-5 ആളെ കാണാം, അവിടെ തന്നെ മനസ്സിലാക്കാം. ഒരു ചെറുപ്പക്കാരൻ പെണ്ണ് കാണാൻ പോകുമ്പോൾ തൻ്റെ സുഹൃത്തിനെ കൂട്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ ഈ മനുഷ്യനിക്കൊരു കാഴ്ചപ്പാടില്ലാത്തവനാണ് ഇവൻ. അതുകൊണ്ടല്ലേ ചങ്ങായിമാരെ കൂട്ടിയത്. എനിക്ക് എൻ്റെ ഇണയെ കണ്ടിട്ട് എനിക്ക് പറ്റുന്ന ആളാണെന്ന് തീരുമാനിക്കാൻ എൻ്റെ സുഹൃത്തുക്കളും പോകണം എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഈ അർത്ഥത്തിൽ സുഹൃത്തുക്കൾക്ക് പോകാം, എവിടം വരെ പോകാം? ആ വീട്ടിൽ വരെ പോകാം. പക്ഷെ ആ പെണ്ണിനെ കാണുന്ന സമയം എത്തിക്കഴിഞ്ഞാൽ ആ സുഹൃത്തുക്കളോട് നമ്മളൊന്ന് മാറി നിൽക്കാൻ വേണ്ടി പറയണം. അവിടെ നമ്മൾ ബൗണ്ടറി വരക്കണം. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ മാത്രം കാണുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകണം. വലഹു തക്രീറു നളിരിഹി. ഇനി ഒരു വട്ടം കണ്ട് നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലായില്ല, അല്ലെങ്കിൽ മനസ്സിനൊരു റാഹത്തുണ്ടായില്ല, പിന്നെ ഒരു സംശയം ഉണ്ടായി, ഇഷ്കാലുണ്ടായി, ഒന്നിൽ കൂടുതൽ തവണ കാണാം. അത് ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ അതിന് വിധേയമാണ് എന്ന് ശറഅ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരിട്ട് പോയി കാണാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഉള്ളത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സുലഭമായിട്ടുള്ളത് നമ്മളൊന്നെങ്കിൽ ഫോട്ടോസ് അയച്ചെടുക്കും, അല്ലെങ്കിൽ വീഡിയോ കോൾ അയച്ചെടുക്കും. ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ചെയ്ത നടപടിയുണ്ട്. നബി തങ്ങളൊരു വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ നബി തങ്ങൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹുവിനെ ആ പെണ്ണിനെ കാണാൻ വേണ്ടി അയച്ചു. കുടുംബത്തിൽപ്പെട്ട സ്ത്രീകളെ അയക്കുക. ഒരു പെണ്ണിനെ മറ്റേ പെണ്ണിനെ കണ്ടാൽ തൻ്റെ കുടുംബത്തിൽപ്പെട്ട തൻ്റെ അനുജന്, തൻ്റെ കാരണവർക്ക്, തൻ്റെ മരുമകന്, തൻ്റെ അനിയന് പറ്റിയ ആളാണോ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ആ സ്ത്രീ കണ്ട് വന്നിട്ട് ആ സ്ത്രീയെപ്പറ്റി വിവരണം പറയുകയും ആ കാര്യത്തിൽ ഒരു തീർപ്പെത്തുകയും ചെയ്യുകയാണ് നല്ലത് എന്ന് ഫിഖ് നമുക്ക് കൃത്യമായി ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശദീകരിച്ചു തരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ നേരത്തെ തുടങ്ങി വെച്ചതുപോലെ ആരെയാണ് വിവാഹം കഴിക്കാൻ വേണ്ടി പറ്റുന്നത്? നിലവിൽ ആ പെണ്ണ് ഒരു വിവാഹത്തിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഉസ്താദ് പറയേണ്ടതുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. പ്രിയമുള്ള ഒരു ഉമ്മത്തിൻ്റെ അവസ്ഥ ഈ അടിസ്ഥാന വിഷയത്തിൽ പോലും ധാരണയില്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പെണ്ണ് ഒരു ഭർത്താവിൻ്റെ ഇണയായി നിൽക്കുന്നിടത്തോളം കാലം ആ സ്ത്രീക്ക് മറ്റൊരു വിവാഹം ആലോചിക്കാൻ പോലും പാടില്ല. വൻപാപമാണത്. ഇനി എപ്പോഴാണ് വിവാഹം ആലോചിക്കാൻ വേണ്ടി പറ്റുക? ഇനി ആ പെണ്ണ് ഇദ്ദയിലാണെന്ന് സങ്കല്പിക്കുക. ഭർത്താവ് മരിച്ച ഇദ്ദയിലാകാം, തലാഖ് നടന്ന ഇദ്ദയിലാകാം, ഫസ്ഖ് നടന്ന ഇദ്ദയിലാകാം. ഈ സന്ദർഭങ്ങളിലും നമ്മൾ വിവാഹം ആലോചിക്കാൻ വേണ്ടി പാടില്ല. ഇദ്ദ പൂർത്തിയാകട്ടെ,
റജഇയ്യ ഇദ്ദുണ്ടല്ലോ. റജഇയ്യ ഇദ്ദ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഭർത്താവ് ഒരു പെണ്ണിനെ തൊലാഖല്ലി 3 തലാഖ് ചൊല്ലിയിട്ടില്ല, 1 or 2 ചൊല്ലിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഇദ്ദ ഇരിക്കുന്ന കാലയളവിൽ ഈ ഭർത്താവിന് വേണമെങ്കിൽ തിരിച്ചെടുക്കാം. ഞാനിത് പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ പോലെ തോന്നും കേൾക്കുമ്പോൾ, പക്ഷെ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ജീവിതാനുഭവങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും അതിലേക്കൊക്കെ സൂചന നൽകുന്നത് കൊണ്ടാണ് ഞാൻ ആ വിഷയമൊക്കെ ആവർത്തിച്ച് പറയുന്നത്. ഇദ്ദയിലിരിക്കുന്ന സമയത്ത് ഈ ഭർത്താവിന് വേണമെങ്കിൽ തിരിച്ചെടുക്കാം. അതുകൊണ്ട് തന്നെ ആ ഇദ്ദ കാലയളവിൽ ഈ പെണ്ണിന് പ്രപ്പോസൽ പോകാൻ പാടില്ല. നിങ്ങൾ ഇന്ന് മാട്രിമോണിയൽ സൈറ്റുകൾ, ആപ്പുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല സ്ത്രീകളും ഇദ്ദ തീരുന്നതിന് മുമ്പ് തന്നെ അവരുടെ വിവാഹത്തിന്റെ അപേക്ഷ പുറത്തേക്ക് കൊടുക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഒരാൾ ഇദ്ദ ഇരിക്കുന്നുണ്ട്, ഇദ്ദ കഴിഞ്ഞ ഉടനെ കല്യാണം കഴിക്കണമെന്നാണ് ആഗ്രഹം, ഇപ്പം തന്നെ വിവാഹം അന്വേഷിക്കുകയാണ്. എന്താ കാര്യം? ഈ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദ തീരുന്നതിന് മുമ്പ് തിരിച്ചെടുക്കാം. അപ്പോൾ പിന്നെ എങ്ങനെ ഒരു വിവാഹം ആലോചിക്കാൻ വേണ്ടി പറ്റും? അതുകൊണ്ട് ആ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിലവിൽ ഒരു ഇദ്ദയിലിരിക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, നിക്കാഹിലായുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിക്കാൻ വേണ്ടി പാടില്ല. ഒരു സ്ഥലത്ത് നമ്മൾ അറിഞ്ഞൊരു കേസ്, ഈ സ്ത്രീക്ക് അല്ലാഹു എല്ലാവർക്കും തഖ്വയും ആഫിയത്തൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തൻ്റെ ഭർത്താവല്ലാത്ത മറ്റൊരാളുമായി അവിശുദ്ധമായൊരു ബന്ധം ഉണ്ടാകുന്നു. ആ ബന്ധം വീട്ടിൽ അറിയുന്നു. അങ്ങനെ 1ാമത്തെ ഭർത്താവുമായി അകന്നു താമസിച്ചിട്ടേ ഉള്ളൂ. വിവാഹബന്ധം വേർപെട്ടിട്ടില്ല, ശറഈയായ ത്വലാഖ് അവിടെ നടന്നിട്ടില്ല. എന്താ സംഭവിച്ചെന്നറിയോ? ആ 2ാമത്തെ ആളുണ്ടല്ലോ, ആ വൃത്തികെട്ടവന്റെ പ്രഷർ സഹിക്കവയ്യാതെ ഈ വാപ്പ കൊണ്ടുപോയിട്ട് ഈ മകളെ ആ ചങ്ങായിക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. ഒരുപക്ഷെ അത് കല്യാണം നടത്തി കൊടുത്ത ഖത്തീബിനും ആ കാരനും ഈ കാര്യം അറിയണ്ടോ എന്നറിയില്ല. എത്ര ഗൗരവകരമായ പ്രശ്നമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പെണ്ണിനെ കല്യാണത്തിൻ്റെ ഇടയിൽ ഒരു ഭർത്താവിൻ്റെ ഭാര്യയായിരിക്കെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് അതിന് മലയാളത്തിൽ അർത്ഥം വെക്കേണ്ടത്? വൃത്തികേടാണിത്, ഇൻഫിഡിറ്റിയിലാണിത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഒരു തരത്തിൽ പോലും നമ്മൾ വിവാഹം ആലോചിക്കാൻ വേണ്ടി പാടില്ല. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. മറ്റൊന്ന്, ഒരാൾ ഒരു പെണ്ണിന് വിവാഹം ആലോചിച്ചു. ആ പെണ്ണ് ഇവർക്ക് ഓക്കെയാണ്, ഞങ്ങൾ നിങ്ങൾ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്നൊരു ധാരണയിലെത്തി വാക്കാൽ അവർ മറുപടി കൊടുത്തു എങ്കിൽ ആ പ്രപ്പോസലിൻ്റെ മേൽ പുതിയൊരു പ്രപ്പോസൽ കൊണ്ടുപോകൽ ഹറാമാണ്. വതഹ്റുമു ഖിതുബത്തുൻ അലാ ഖിതുബത്തി മൻ സുർരിഹ ബിഇജാബതിഹി. ഇത് കച്ചവടത്തിലുണ്ട് ഈ വിഷയം. ഇപ്പം ഞാനും ഒരു പാർട്ടിയും തമ്മിൽ ഒരു പ്രൊഡക്റ്റിൽ ഡീലായി, ഇത്ര പൈസ രൂപക്ക് ഞാൻ എന്ത് ചെയ്യാം, അപ്പോൾ എൻ്റെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അപ്പോൾ മറ്റേ പറഞ്ഞു ഞാൻ നിങ്ങളുടെ 50,000 രൂപക്ക് വാങ്ങിക്കാം. അയാൾ ഓക്കെ പറഞ്ഞു, എല്ലാം ഓക്കെ ആയി, വാക്കാലത് പറഞ്ഞു, നോക്കിയിട്ട് പോയതൊന്നല്ല, ഓക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ചങ്ങായി അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ പരിചയമുള്ള ഒരാൾ എന്നെ മനഃപൂർവ്വം ഇടങ്ങാറാക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഓനെത്ര 50,000 പറഞ്ഞത്, ഞാൻ നിനക്ക് അതിനേക്കാൾ കൂടുതൽ തരാം. ഇതിനേക്കാൾ കൂടുതൽ തരാന്ന് പറഞ്ഞാൽ ആദ്യം വാങ്ങാൻ നിന്നവനാരായി, അവൻ ഇടങ്ങാറില്ലായി. അപ്പൊ ഇതുപോലെ തന്നെ വയഹ്റുമു ബൈഉൻ അലാ ബൈഇ അഖീഹി എന്ന് ഹദീസുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരു 2 ആളുകൾ തമ്മിൽ ഇടപാട് ഉറപ്പിച്ചു കഴിഞ്ഞു, അവർ ഡീലായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ പോയി ഡീൽ നടത്തൽ ഹറാമാണ്. ഇതുപോലെ തന്നെ 2 പാർട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണയായി. അത് എനിക്കുള്ള ക്വാളിറ്റി പോലെ ഈ പ്രപ്പോസൽ പോയ ചെറുപ്പക്കാരുണ്ടോ എന്നൊന്നും നോക്കേണ്ടതില്ല. ആ പെണ്ണിന് ഇഷ്ടമായോ, ആ ചെറുപ്പക്കാരന് ഇഷ്ടമായോ എങ്കിൽ നമ്മൾ പോയിട്ട് പറയാം, അതിനേക്കാൾ നല്ലൊരു പ്രപ്പോസൽ ഉണ്ട്, കിലോമീറ്ററും കുറവാണ്, നിങ്ങൾ നോക്കിയ പേപ്പറിനേക്കാൾ ശമ്പളം ഒരു 3 കൂടുതലാണ്, എന്നാൽ പിന്നെ ഇത് നോക്കിക്കൂടെ, എന്നിട്ട് ആദ്യത്തെ പ്രപ്പോസൽ നിർത്തലാക്കിപ്പിക്കൽ അത് ഹറാമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ലാ യഖ്തുബു റജുലു അലാ ഖിത്ബതി അഖീഹി. ഒരു മനുഷ്യൻ തൻ്റെ സഹോദരൻ പ്രപ്പോസൽ വെച്ചതിൻ്റെ മേൽ അവൻ ചെക്ക് വിളിക്കാൻ പാടില്ല. ഹത്താ യത്റുകൽ ഖാതിബു ഖബലഹു ഔ യഅദന ലഹുൽ ഖാതിബു. ഒന്നിക്കിൽ ആ പെണ്ണിൻ്റെ ടീം എന്ത് ചെയ്യണം, ഇല്ല ഞങ്ങൾ ഇതിന് തയ്യാറല്ല എന്ന് ആദ്യത്തെ ടീമിനോട് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ പോയി പ്രപ്പോസൽ നടത്താം. അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരൻ പറയാണ്, എനിക്ക് ആ വിവാഹ ബന്ധത്തിൽ താല്പര്യമില്ല. ഇതെന്തിനാ ഇതൊക്കെ പറയുന്നതെന്നറിയോ? ഇത് വർഷങ്ങൾ നീണ്ടു നിൽക്കേണ്ടുന്ന ബന്ധമാണ്. തുടക്കത്തിൽ ഈ പറയപ്പെട്ടതുപോലെ അസ്വാരസ്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുമ്പോൾ അസ്വാരസ്യങ്ങൾ ഉണ്ടാവും. ശരിക്കും കാണാൻ പറ്റിയില്ല, ശരിക്കും സംസാരിക്കാൻ പറ്റിയില്ല, ഇടപെടാൻ പറ്റിയില്ല, അന്വേഷിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഒരു പ്രപ്പോസലിൻ്റെ മേൽ മറ്റേ പ്രപ്പോസലും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അസ്വാരസ്യങ്ങൾ ഉണ്ടാകും. ഇത് ആദ്യം ഒന്ന് പുറത്തു വരില്ല, കുറച്ച് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് പെണ്ണ് പറയാ, എത്ര നല്ല ആലോചന വന്നതായിരുന്നു എനിക്ക്, അന്നെല്ലാം ഉപ്പ് ഓക്കെ പറഞ്ഞതല്ലേ, നിങ്ങളെ കാരണവർ വന്ന് പറഞ്ഞത് കൊണ്ടല്ലേ എനിക്ക് നിങ്ങളെ ബാധ്യതയിൽ എനിക്ക് പെടേണ്ടി വന്നത് എന്നൊക്കെ ആ പെണ്ണൊരു വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഈ ബന്ധം. ഇതുപോലെയാണ് ആണിൻ്റെ വിഷയം. ആണ് പറയാണ്, ഞാൻ അന്ന് നിന്നെ മര്യാദയ്ക്ക് എനിക്ക് കാണാൻ പറ്റിയോ, എനിക്ക് നിന്നോട് മര്യാദയ്ക്ക് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പറ്റിയോ എന്നൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പിൽക്കാലത്തിൽ അല്ലാ യഹ്സുലു ലഹു നദാമത്തുൻ, പിന്നീട് അവനൊരു ഖേദമുണ്ടാകാൻ പാടില്ല. വിവാഹത്തിന് മുമ്പ് സംസാരിക്കാൻ വേണ്ടി പറ്റും, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ശറഅ് പഠിപ്പിക്കുന്നത് നമ്മൾ നേരത്തെ കാണൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞതുപോലെ ഖൽവത്തില്ലാതെ
ആണും പെണ്ണും തനിച്ചാകുന്ന അവസ്ഥയിലല്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ സംസാരിക്കുകയും ചോദിക്കുകയും ചെയ്യാം. കാരണം ഒന്ന് ന്യൂനത ഉണ്ടോ എന്ന് മനസ്സിലാകണം. സംസാരിക്കുമ്പോഴാണ് ആൾക്ക് സംസാരത്തിൽ പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിപരമായ കുറവുകളുണ്ടോ എന്നൊക്കെ മനസ്സിലാകുന്നത് സംസാരിക്കുമ്പോഴാണ്. പല ആളുകളും ഈ സ്ഥലത്ത് തങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരവരുടെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമാണ്, പുതിയാപ്പിള എന്ത് വന്ന് ചോദിച്ചാലും കുടുംബക്കാരെന്ത് വന്ന് ചോദിച്ചാലും ചിരിക്കണം, യെസ് ആണെങ്കിൽ തല അങ്ങോട്ടാട്ടണം, നോ ആണെങ്കിൽ തല ഇങ്ങോട്ടാട്ടണം, ഒരു അക്ഷരം മിണ്ടരുത്. കാരണം സംസാരിച്ചു കഴിഞ്ഞാൽ ഒരാളെ ക്വാളിറ്റി എന്താണെന്നും അയാൾക്ക് ന്യൂനത ഉണ്ടോ എന്ന് മനസ്സിലാവും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ആണായാലും പെണ്ണായാലും നമുക്ക് ഓരോരുത്തർക്കും ഒരു ധാരണ ഉണ്ട്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് എന്തായിരിക്കണം, പെണ്ണിനും അങ്ങനെ ചില ഐഡിയകളുണ്ട് കല്യാണത്തിന് ശേഷം എന്ത് എന്നുള്ളത്. ഇത് നമ്മൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പം നമ്മളൊരാൾ കല്യാണം കഴിക്കുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നത്, ഞാൻ വളരെ ബേസിക്കായ ഉദാഹരണം പറയാം, ഹിജാബ് ഇടുന്ന ദീനീപരമായ ചിട്ടയിൽ ജീവിക്കുന്ന ഒരു പെണ്ണിനെയാണ് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ആ കുടുംബത്തിനെ പറ്റി അങ്ങനെ തന്നെയാണ് അഭിപ്രായം. എല്ലാവരും അങ്ങനെ ദീനീബോധമുള്ള ആളാണ്, ആൾക്ക് പ്രശ്നമൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഈ പെണ്ണ് പറഞ്ഞത് എനിക്കങ്ങനെ ഹിജാബ് ഇടാനൊന്നും പറ്റൂല, എനിക്കങ്ങനെ നിങ്ങൾ ഈ പറയുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് സ്വന്തമായിട്ട് യാത്ര ചെയ്യണം, എൻ്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുടുങ്ങിയില്ലേ. ഇത് ആദ്യം തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഇന്ന കാര്യത്തിലാണ്. ഇപ്പം ചില ആണുങ്ങളുണ്ടാവും, ആ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഭാര്യമാർ ഒരു വിധത്തിലുള്ള ജോലി ചെയ്യുന്നതും ഇഷ്ടമല്ലാത്ത ഭാര്യമാരുണ്ടാവും. അത് ഓഫ്ലൈൻ ആകട്ടെ ഓൺലൈൻ ആകട്ടെ. അത് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞിരുന്നു, നമ്മളൊരു കണ്ടീഷൻ സെറ്റ് ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ വെച്ച കണ്ടീഷനാണ് ഇതൊക്കെയാണെങ്കിൽ ഞാൻ വെച്ച കണ്ടീഷൻ അത് പ്രായോഗികമാണോ ശറഈന് യോജിച്ചതാണോ എന്ന് ഈ ആണും ഈ പെണ്ണും ആദ്യം ക്രോസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ ഫൈനൽ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഭാര്യൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഞാൻ കല്യാണം കേൾക്കാൻ വന്ന ആണിൻ്റെയോ പെണ്ണിൻ്റെ മുമ്പിൽ അത് അവതരിപ്പിക്കണം. ഈ വിഷയം ഇങ്ങനെയുണ്ട്, അപ്പം ഇങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ പെണ്ണ് പറയാണ് കുഴപ്പമില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹമില്ല. ഇത് നമ്മളൊന്നും പറഞ്ഞില്ല. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്, നല്ല കഴിവും ടാലൻറ്റുമുള്ള സ്ത്രീയാണ്. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അതിയായ ആഗ്രഹം ജോലി ചെയ്തേ പറ്റൂ എന്ന ആഗ്രഹമുണ്ടെന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക. ഒന്നിക്കൽ ഈ പെണ്ണ് ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടി പറ്റണം. ഭർത്താവ് പറയാണ് ഞാൻ അങ്ങനെ ഒരു തരത്തിലുള്ള ജോലിക്കും സമ്മതിക്കൂല, ഓഫ്ലൈൻ ആകട്ടെ ഓൺലൈൻ ആകട്ടെ. ഒന്നിക്കൽ ഈ പെണ്ണിന് അത് പൊരുത്തപ്പെടാനുള്ള മനസ്സുണ്ടാകണം. അതെല്ലാം ഉറച്ച തീരുമാനമാണ് ആദ്യമുള്ളത്, എനിക്ക് ജോലിക്ക് പോയേ പറ്റൂ, ജോലി ചെയ്തേ പറ്റൂ, ഓഫ്ലൈൻ തന്നെ ആകണം നിർബന്ധമൊന്നുമില്ല, ഓൺലൈൻ ആയാലും മതി എന്നാണെങ്കിൽ ഇത് ആദ്യമേ പെണ്ണ് പറയണം, എനിക്ക് ഇന്ന ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, ചില കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്, അതുമായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇയാൾക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുമോ എങ്കിൽ കല്യാണം കഴിച്ചാൽ മതി. നിങ്ങൾ ഈ ലോകത്ത് ഈ ഒരു പെണ്ണ് മാത്രമൊന്നുമല്ലല്ലോ, ഇത് എല്ലാം നമ്മളിങ്ങനെ ആദ്യം ഒന്നും പറയും, മൂടി നടക്കും, മുക്കി നടക്കും. എന്നിട്ട് കല്യാണം കഴിഞ്ഞപ്പോൾ അറിയാം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ അങ്ങനെ സമ്മതിച്ചിട്ടില്ലല്ലോ. പ്രിയമുള്ളവരെ, മറ്റൊരു കാര്യം കൂടി നമ്മൾ ചോദിക്കണം. പെണ്ണ് ആണിനോടായാലും ആണ് പെണ്ണിനോടായാലും ഇത് നേരെ തന്നെ ചോദിക്കണമെന്നില്ല, ബന്ധുക്കൾ മുഖേന നമുക്ക് ചോദിക്കാം. ഈ പറയപ്പെട്ട നിങ്ങൾക്ക് വേറെ ആളുമായിട്ടൊന്നും കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമില്ലല്ലോ, ഞാൻ പച്ചക്ക് തുറന്ന് പറയുകയാണെങ്കിൽ വേറെ റിലേഷനൊന്നും ഇല്ലല്ലോ, നിങ്ങൾ കല്യാണം കഴിക്കാൻ സ്വന്തം മനസ്സോടുകൂടി തയ്യാറല്ലേ എന്ന് നമ്മൾ ചോദിക്കണം. ഇത് ഞാൻ പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞു. ഒരു പെണ്ണിനാണ് അങ്ങനെ ഒരാളുടെ ഇഷ്ടം തോന്നിപ്പോയെങ്കിൽ അങ്ങനെ ഇഷ്ടം വരാൻ പാടില്ല. ശറഅ് പറഞ്ഞതുപോലെ കണ്ണിനൊക്കെ സൂക്ഷിക്കേണ്ടവളാണ് ഒരു മുഅ്മിനായ ആണും പെണ്ണും ഒക്കെ. പക്ഷെ ഒരാളെ കണ്ടു നമുക്ക് ഇഷ്ടം തോന്നിപ്പോയാൽ ഒരു പെണ്ണാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആ പെണ്ണ് വന്നിട്ട് വാപ്പാനോട് പറയണം, മാന്യമായിട്ട് പറയും. അത് കേൾക്കാനുള്ള ഒരു മനസ്സ് വാപ്പമാരാകുന്ന ഞാനും നിങ്ങളും കാണിക്കണം. അല്ലെങ്കിൽ എന്താ ചെയ്യണം എന്നറിയോ? നമ്മുടെ മക്കളെ ഒന്നും പഠിപ്പിക്കാൻ വിടാൻ പാടില്ല. ഇത് നമ്മൾ 10ാം ക്ലാസ്സും പഠിപ്പിക്കും, +2 പഠിപ്പിക്കും, ഡിഗ്രിയും പഠിപ്പിക്കും, PGയും പഠിപ്പിക്കും. അത് നമ്മൾ ഔട്ട് ഓഫ് കൺട്രി നമ്മളോട് വയ്ക്കും. ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികൾ നമ്മൾ പഠിപ്പിക്കും. എന്നിട്ട് നമ്മൾ പറയും എൻ്റെ മോൾ ആരും കാണരുത്, എൻ്റെ മോൾ ആരും നോക്കരുതൊക്കെ പറഞ്ഞാൽ ഇത് നടക്കുന്ന കാര്യമില്ലെന്നേ. ഒന്നിക്കൽ നിങ്ങൾ തീരുമാനിക്കും 10ാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം എൻ്റെ മകളെ ഞാൻ മിക്സ്ഡ് കോളേജിൽ അയക്കൂല. ഇനി മിക്സ്ഡ് കോളേജിൽ അയച്ചാൽ അല്ലെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാം. എൻ്റെ മകൾക്ക് ഞാൻ ഓൺലൈനായിട്ടുള്ള എന്തെല്ലാം വിദ്യാഭ്യാസം കിട്ടാൻ പറ്റുമോ അത് മാത്രം കൊടുക്കൂ എന്നുള്ളൊരു തീരുമാനം ആണത്തത്തോടു കൂടി വാപ്പമാർ തിരഞ്ഞെടുക്കുക. അത് നിങ്ങളുടെ ചോയ്സാണ്. എല്ലാം നിങ്ങൾ ഇതിലേക്കൊക്കെ അയക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ ബോധവൽക്കരണം നടത്തണം. മോളെ നീ ഇപ്പോൾ പഠിക്കാനാണ് പോകുന്നത്, ഈ പറയപ്പെട്ട കാര്യങ്ങൾക്കല്ല. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, ഒരാളോട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ വാപ്പയാകുന്ന എന്നോട് വന്നിട്ട് പറയണം. അങ്ങനെ നമ്മോട് വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാം. നമ്മുടെ കുടുംബവുമായി, നമ്മുടെ ദീനീപരമായി, നമ്മുടെ സ്വഭാവമായിട്ടൊക്കെ ഒത്തുപോകാൻ പറ്റുന്ന ആളാണെങ്കിൽ മാന്യമായി കല്യാണം കഴിച്ചു കൊടുക്കുക. എല്ലാത്തതാണെങ്കിൽ ഒഴിവാക്കണം. ഇത് വിവാഹത്തിന് നമ്മൾ ഈ കാണുന്ന സമയത്ത് പറ്റുമെങ്കിൽ എന്തായാലും ചോദിക്കണം. നമ്മുടെ ഒരു സുഹൃത്ത് വിവാഹം ആലോചിച്ചു, അവർ പരസ്പരം കണ്ടു, ഇഷ്ടപ്പെട്ടു. 1-2 ആഴ്ചകൾക്ക് ശേഷം ഡേറ്റ് കുറിക്കേണ്ട എൻഗേജ്മെൻറ്റിൻ്റെ തീയതി ഉണ്ടാവുമല്ലോ, ആ തീയതിയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്.
ആ തീയതിൻ്റെ നാളെയാണ് എൻഗേജ്മെൻറ്റെങ്കിൽ ഇന്ന് വൈകുന്നേരം ആ പെണ്ണിൻ്റെ ഭാഗത്ത് നിന്നും ഒരു സന്ദേശം വരുന്നു, നിങ്ങൾ ദയവ് ചെയ്ത് ഇതിൽ നിന്ന് പിന്മാറണം, എനിക്ക് വേറൊരാളുമായി ബന്ധമുണ്ട്, എനിക്ക് ആ വിവാഹത്തിൽ നിങ്ങളെ വിവാഹമായിട്ട് താല്പര്യമില്ല, നിങ്ങൾ എനിക്ക് ഒഴിവാക്കി തരണം. ഈ ചെറുപ്പക്കാരൻ നമ്മുടെ സുഹൃത്ത് അതീവ ദുഃഖിതനായി, കുടുംബം മൊത്തം സങ്കടത്തിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അൽഹംദുലില്ലാ പറയും, നിങ്ങൾ അൽഹംദുലില്ലാ പറയേണ്ടത് ആ പെണ്ണ് ഇപ്പോഴെങ്കിലും അത് പറയാനുള്ള മനസ്സ് കാണിച്ചല്ലോ. ഇതെങ്ങാനും അവള് മറച്ചു വെച്ചിട്ട് എൻഗേജ്മെന്റിന് തയ്യാറായി, വിവാഹത്തിന് തയ്യാറായി, പുതുവസ്ത്രം ധരിച്ചു, നിങ്ങളുടെ കൂടെ ബെഡ്റൂമിലെത്തി, 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ആ പെണ്ണ് പറയുന്നത് ഞാൻ നിർബന്ധിതയായിട്ടാണ് കല്യാണം കഴിച്ചത് എന്ന് ആണോ പെണ്ണോ പറയുകയാണെങ്കിൽ ഈ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ആ പെണ്ണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ നല്ലതാണ്. അങ്ങനെ ആ ബന്ധം ഒഴിവായി, അതിനേക്കാൾ നല്ല ബന്ധം വന്നു, അവർ വിവാഹം കഴിയുകയുണ്ടായി. അതുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കണം. മറച്ച് വെച്ച് ഒളിപ്പിച്ച് വെച്ച് കള്ളക്കളി നടത്തേണ്ടതല്ല വിവാഹം എന്ന് പറയുന്നത്. അള്ളാഹ് നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. അടുത്ത വിഷയം എന്ന് പറയുന്നത്, വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം, ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുമ്പിലുള്ള ഏറ്റവും വലിയ തടസ്സം അല്ലെങ്കിൽ പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തികമാണ്. മഹർ കൊടുക്കണം. മഹർ ഇന്ന് വലിയൊരു കീറാമുട്ടിയായി മാറിയിരിക്കുകയാണ്. സ്വർണത്തിൻ്റെ വില അതിങ്ങനെ കുതിച്ചു വരുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് മഹർ കൊടുക്കേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളും സംഭവങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ശറഅ് മഹർ വളരെ സിമ്പിളാക്കിയിരിക്കുകയാണ്. അത് ഈ പറഞ്ഞതുപോലെ സ്വർണം തന്നെ കൊടുക്കണം നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവും ഇല്ല. മാ സഹ കൗനുഹു സമനൻ സഹ കൗനുഹു സദാഖൻ. വിലയാക്കാൻ പറ്റുന്ന വസ്തുക്കളെയൊക്കെ മഹറായി നിശ്ചയിക്കാം. ഒരു മനുഷ്യന് പ്രപ്പോസൽ വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ എൻ്റെ അടുത്ത് കൊടുക്കാനുള്ളത്? അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നുമില്ല തങ്ങളെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല. ഒരു സഹാബിനോട് നബി തങ്ങൾ പറഞ്ഞു, പിന്നെ എൻ്റെ അടുത്ത് ചെരുപ്പുണ്ടോ എന്ന് ചോദിച്ചു കൊടുക്കാൻ. അപ്പോൾ അത്രയും ദാരിദ്ര്യമായിരിക്കുമല്ലോ ചെരുപ്പ് മാത്രം കൊടുക്കാനുള്ള. അപ്പോൾ അയാൾ പറഞ്ഞു, ആ സഹാബി പറഞ്ഞു, ഉണ്ട് നബി. അപ്പോൾ തങ്ങൾ പറഞ്ഞു, എന്നാൽ പിന്നെ ആ ചെരുപ്പ് കൊടുത്തിട്ട് നീ വിവാഹം നടത്തും. വേറൊരു സഹാബിനോട് നബി തങ്ങൾ പറഞ്ഞു, ഒന്നും കൊടുക്കാല്ലേ, ഒരു ഇരുമ്പിൻ്റെ മോതിരെങ്കിലും നിനക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് വാങ്ങിച്ചു കൊടുക്ക്. വേറെ സഹാബി, അദ്ദേഹത്തിന് ഒന്നുമില്ല. അപ്പം അദ്ദേഹത്തിനോട് ചോദിച്ചു, ഹൽ മഅക മിനൽ ഖുർആനി ഷൈഉൻ, നിങ്ങൾക്ക് ഖുർആൻ എന്തെങ്കിലും അറിയുമെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഖുർആൻ അറിയാം. എന്നാൽ ആ ഖുർആൻ നീ അവൾക്ക് പഠിപ്പിച്ചിട്ട് അതിന് മഹറ നിശ്ചയിക്കും. ഈ ഖുർആൻ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഉജ്റത്ത് അവിടെ നിശ്ചയിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് അതിനെ പറ്റിയത്, അല്ലാത്ത നിലക്ക് അത് പറ്റുകയില്ല. അപ്പം ഈ അർത്ഥത്തിൽ മഹറിനെ അല്ലാഹു തആല എളുപ്പമാക്കിയിരിക്കുകയാണ്, നമ്മളതിനെ കടുപ്പമാക്കിയിരിക്കുകയാണ്. ഖുർആൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരാകാൻ വേണ്ടി പോകുന്ന സ്ത്രീകൾക്ക് സമ്മാനമായിക്കൊണ്ട്, ദാനമായിക്കൊണ്ട് നിങ്ങൾ അവർക്ക് മഹർ നൽകുക. അതുകൊണ്ട് ഈ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഅലമുൻ നിസാഇ ബറകതൻ ഐസറുഹാ സദാഖൻ. ഏറ്റവും നല്ല ബറക്കത്തുള്ള ഭാര്യ ആരാണ്? നിങ്ങൾക്ക് ആ സ്ത്രീയുടെ മേൽ, ആ ഭാര്യയുടെ മേൽ വലിയ മഹറൊന്നും ചെലവാക്കേണ്ട വന്നിട്ടില്ല, എളുപ്പമായ മഹറാണ് ചെലവാക്കേണ്ടി വന്നത് എങ്കിൽ ആ സ്ത്രീ ഏറ്റവും ബറക്കത്തുള്ളവളാണെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ഹദീസ് കേട്ടപ്പോൾ ഉർവ എന്ന് പറയുന്ന റാവി പറഞ്ഞു, ഇനി ഞാൻ പറയട്ടെ, ഏറ്റവും ശകുനം പിടിച്ച സ്ത്രീ ഏതാണെന്നറിയുമോ? അസ്വതഅസീറു അംരിഹ. ചില ആളുണ്ടാവും, ആ കുടുംബവുമായി വിവാഹം ആലോചിക്കൽ തന്നെ പ്രയാസമായിരിക്കും. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലേക്ക് തെളിയുന്നുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ചില വിവാഹാലോചന നടത്തുമ്പം തന്നെ നമുക്ക് ആധ്യാത്മിക റെഡ് ഫ്ലാഗ്സ് നമ്മൾ പറയും. അതായത് ഒരു സുതാര്യത കിട്ടുന്നില്ല. അവരെ വിളിച്ചപ്പോൾ ഇവരെ വിളിക്കുമെന്ന് പറയുന്നു, ഇവരെ വിളിക്കുമെന്ന് പറയുന്നു, നാളാന്ന് പറയുന്നു, മറ്റന്നാളാന്ന് പറയുന്നു, ഇങ്ങനെ താസീറു അംരിഹ. അപ്പോൾ അവരെന്തോ മനസ്സിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വകസ്റത്തു സദാഖിഹ, ആ സ്ത്രീയുടെ മഹറിൻ്റെ മൂല്യവും കൂടുക എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് ലക്ഷണക്കുറവുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഉർവ റളിയല്ലാഹു അൻഹു പറയണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹറും നബി തങ്ങൾ മക്കൾക്കൊക്കെ കൊടുത്ത മഹറൊക്കെ നമ്മൾ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ 500 ദിർഹമിൻ്റെ മേലെ പോയിട്ടില്ല. 500 ദിർഹമിൻ്റെ മേലെ പോയിട്ടില്ല. പിന്നെ അന്നത്തെ ദിർഹം എന്ന് പറയുന്നത് സ്വർണത്തിൻ്റെ 10-1 അംശമുള്ളത് കൊണ്ടും ഇന്ന് നമ്മൾ നോക്കുമ്പോൾ കുറച്ചെങ്കിലും നമുക്ക് കൊടുക്കാം. പക്ഷേ ഈ പറയപ്പെട്ട പോലെ 4 പവൻ തന്നെ വേണം, 5 പവൻ തന്നെ വേണം, സ്വർണം തന്നെ വേണം എന്ന് പറയുന്നിടത്തേക്ക് നമ്മൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? വിവാഹം കഴിക്കുന്ന എന്തിനാണ്? ഒരു ആണും ഒരു പെണ്ണും ഹലാലായ രീതിയിൽ ഇണയായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഏറ്റവും പോസിബിളായ രീതിയിൽ, ഏറ്റവും ഹലാലായ രീതിയിൽ എങ്ങനെ നടക്കാൻ വേണ്ടി സാധിക്കുമോ ആ രീതിയിൽ നടത്തട്ടെ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വേറെ സഹാബിനോട് നബി തങ്ങൾ പറഞ്ഞത് ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് രണ്ട് കൈ ഇങ്ങനെ കോരിയിട്ട് ഭക്ഷണം എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമെന്ന് ചോദിച്ചു. ഭക്ഷണം എന്തെങ്കിലും കൊടുക്കാൻ പറ്റും? ആ സഹാബി പറഞ്ഞു, എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അതെങ്കിലും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വിഷയത്തിൽ ഉമ്മത്ത് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മൾ ആൺമക്കൾ എന്താ കല്യാണം കഴിപ്പിക്കാത്തത്? വാപ്പന്മാർ പറയും പറ്റൂല എന്ന് പറയും. ഇതെന്താ കാര്യം? നമ്മൾ പറയും
മഹറിനുള്ള പൈസയോ എത്ര ആളും മിനിമം ഒരു 3 ലക്ഷം റുപ്യെങ്കിലും മഹർ വാങ്ങണമെങ്കിൽ 3 ലക്ഷം റുപ്യെങ്കിലും പിന്നെ ഈ കല്യാണമൊക്കെ നടത്തണമെങ്കിൽ വേറൊരു 3 ലക്ഷം റുപ്യ വേണം. അപ്പോൾ എത്രയായി? 6 ലക്ഷം റുപ്യയായി. അപ്പോൾ എങ്ങനെ അങ്ങോട്ട് പോക്കി ഇങ്ങോട്ട് പോക്കലെന്ന് കൂട്ടിയാൽ ഒരു 7-8 ലക്ഷം രൂപ കയ്യിലായാൽ മാത്രമേ കല്യാണം കഴിക്കാൻ വേണ്ടി പറ്റുമോ? പ്രിയമുള്ളവരെ, ഇന്ന് വിവാഹം ഏറ്റവും ദുർഘടമാവുകയും ഹറാമ് ഏറ്റവും എളുപ്പമാവുകയും ചെയ്തു. ഹറാമായ ബന്ധത്തിലേക്ക് പോകാൻ ഇതിനൊന്നും ആവശ്യമില്ല. മഹറില്ല, കല്യാണം വിളിക്കലില്ല, പന്തലിട്ടലില്ല, വലിയമ കൊടുക്കലില്ല, എപ്പോഴും എങ്ങനെയുമാകാം. ഹറാമാണ്, അള്ളാഹുവിൻ്റെ കോപം കിട്ടും. എന്നാൽ അള്ളാഹു ഹലാലാക്കിയ നിക്കാഹോ നാട്ടുകാരാകുന്ന നമ്മളൊക്കെ കൂടിയിട്ട് അതിന് ഏറ്റവും പ്രയാസമുള്ള കാര്യമാക്കി മാറ്റി എന്ന് പറയുന്നിടത്ത് നമ്മൾ ഒന്നും കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരുമാറാകട്ടെ. അങ്ങനെ വിവാഹമൊക്കെ നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു, മഹറൊക്കെ നമ്മളെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിവാഹം നടത്തുന്നതിന് മുമ്പുള്ള കാര്യം എന്ന് പറയുന്നത് വിവാഹ സൽക്കാരമാണ്. അതുകൊണ്ട് പറഞ്ഞ് നമുക്ക് വിഷയം അവസാനിപ്പിക്കാം. എപ്പോഴാണ് കല്യാണം നടത്തൽ ഏറ്റവും നല്ല കാലം? നമ്മൾ തുടക്കത്തിൽ പറയുണ്ടായി ശവ്വാൽ മാസമാണ് സുന്നത്തായ മാസം. ബാക്കിയുള്ള മാസങ്ങളും നടത്താം, അതിൽ തടസ്സമൊന്നുമില്ല. എന്നാൽ ശവ്വാൽ ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ്. കാരണം ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടത് ശവ്വാൽ മാസത്തിലാണ്. പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്തലാണ് സുന്നത്ത്. അങ്ങനെ പള്ളി അള്ളാഹുവിൻ്റെ വീടാണ്. മറ്റൊന്ന് അയ്യക്കൂന മഅ ജംഇൻ, ആളുകൾ അതിൽ പങ്കെടുക്കണം, മുഅ്മിനീങ്ങളെ ദുആ അതിൽ കിട്ടണം. അതുപോലെ തന്നെ വഅയ്യകൂന അവ്വലൻ നഹാർ. എനിക്ക് തോന്നി ഇത് നമ്മുടെ ഉമ്മത്ത് ഇപ്പോഴും ഇതിൻ്റെ അമലിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് വലിയ ഖേദകരമായ കാര്യമാണ്. ഫിഖ്ഹ് പറഞ്ഞു എപ്പോൾ ആ സമയം എപ്പോഴാണ് നല്ലത്? നബി തങ്ങൾ പഠിപ്പിച്ചത് അവ്വലൻ നഹാർ, പകലിൻ്റെ ആരംഭ സമയത്ത് നിക്കാഹ് നടത്തലാണ് ഏറ്റവും നല്ലത്. എന്താ കാര്യം എന്ന് പറയുന്നത്? നബി തങ്ങൾ ഒരു ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ, എൻ്റെ ഉമ്മത്ത് രാവിലെ ചെയ്യുന്ന കാര്യങ്ങൾക്ക്, പ്രഭാതമൊക്കെ ഉദിച്ച് സൂര്യനൊക്കെ ഉദിച്ചപാടുള്ളൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അള്ളാഹു നീ ബറക്കത്ത് ചെയ്യണമേ എന്ന് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് പറ്റുമോ? നമ്മളെല്ലാവരും 2 കുടുംബത്തിൻ്റെ ഒരുമിച്ച് കൂടലും അവരുടെ യാത്രയും ഒക്കെ ആലോചിച്ചിട്ടാണ് പലപ്പോഴും അസുറും മഗ്രിബും 10 മണിയും 12 മണിയൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. അതൊക്കെ ജായിസാണ്, പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ഒരു നബവി രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ ആ അർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് വരുന്ന ഖുതുബകളിൽ പറയാം. പ്രിയമുള്ളവരെ, മറ്റൊരു പ്രധാനപ്പെട്ട